ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫാമിലിയായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. ഹസ്ബൻഡ് വർക്കിന് പോയത് കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും അനിയത്തി ഞാനും മോളുമായിട്ടാണ് പോയത്. പോയി ചെന്ന് കുറച്ച് നേരത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ തോരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ചെന്ന് അടുത്തുനിന്ന് നേരിട്ട് കാണാൻ പറ്റി. പഞ്ചപാണ്ഡവന്മാർ 5 പേരെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഉത്സവം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. പൈങ്കിനി ഉത്സവം നടക്കുകയാണ് അവിടെ. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ വേലുകളിയൊക്കെ ഉണ്ടായിരുന്നേ. ആ സമയത്ത് നമുക്ക് എത്താൻ പറ്റിയില്ല. എന്നാലും അതിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്ത കുറേ പേരൊക്കെ അവിടെ അപ്പോഴും നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഡാൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ മഴ തോർന്ന സമയത്ത് ഞാൻ അവിടുത്തെ സ്റ്റോറിലൊക്കെ ഇങ്ങനെ പോയി. അവിടുത്തെ നമ്മുടെ ഉണ്ണിക്കണ്ണനെയൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് വിഷു ആവാറായപ്പം. അങ്ങനെ ഞാനും അനിയത്തിയും കൂടെ ഇങ്ങനെ നടന്ന സമയത്ത് അവളുടെ ബാക്കിൽ പെട്ടെന്ന് ഒരാളിതാ ഇങ്ങനെ വന്നിട്ട് അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ കറക്കി കേട്ടോ. ആദ്യം അവൾ ഞെട്ടിപ്പോയി, പിന്നീട് കൂടെ കൈ പിടിച്ച് കളിക്കാനൊക്കെ നിന്നെ. ഈ വേലകളിയുടെയൊക്കെ ഭാഗമായിട്ട് വേറെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ വന്നതാണ് ഈ കുറേ പാവകൾ, മുയലുണ്ടായിരുന്നു, ചിമ്പാൻസി, ഗൊറില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഡാൻസ് ടീംസ് വേറെ കുറേ ഉണ്ടായിരുന്നു. പാണ്ടയൊക്കെ ഉണ്ടായിരുന്നേ, അടിപൊളിയായിരുന്നേ. അവരൊക്കെ നിന്ന് നന്നായിട്ട് ഡാൻസ് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മുടെ നീയക്കുട്ടൻ ഈ സാധനത്തിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. റാബിറ്റാണോ മറ്റേ സ്ക്വിറലാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അവർക്ക് എന്തായാലും ആ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇത് നല്ല ഭംഗിയായിരുന്നു. ആ ഇരട്ടത്തി ലൈറ്റൊക്കെ ഇങ്ങനെ കത്തുമ്പോൾ അടുത്ത് വെച്ച് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്നത് എൻ്റെ പുറകെ നിന്ന് ഭയങ്കര ഒച്ചത്തിൽ സൗണ്ട് വെച്ച് പേടിപ്പിച്ചേ. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടൊക്കെ തിരുവാതിര ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. കുറച്ച് നേരം പിന്നെ നമ്മളെല്ലാവരും അതൊക്കെ നോക്കി നിന്നു. അങ്ങനെ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു ബാക്കിയുള്ള എല്ലാ സാധനത്തിനെയും നീക്കുട്ടിനെ പേടിയായിരുന്നു. പക്ഷേ ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്ക്വിറലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിന് ടാറ്റ ബായൊക്കെ പറഞ്ഞു, അതിനെ തൊട്ടൊക്കെ നോക്കി. പിന്നെ നമ്മൾ നേരെ പോയത് നീക്കുട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം എല്ലാം കുടിച്ച് അവിടെ നിന്ന സമയത്ത് ഇസ്കണിൻ്റെ പദയാത്ര പോവായിരുന്നേ. ഇത് തിരുപ്പതിയിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. ഒരു കാളവണ്ടിയിൽ ഭക്തന്മാരുടെ അകമ്പടിയോട് കൂടിയാണ് അവരിങ്ങോട്ട് എത്തിച്ചേർന്നത്. ഈ പോകുന്ന വഴിയൊക്കെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തും പ്രസാദം കൊടുത്തുമൊക്കെയാണ് അവരിങ്ങനെ പോകുന്നത്. അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ നമ്മൾ നേരെ ഓട്ടോയ്ക്ക് വേണ്ടി നടന്നു പോയ സമയത്ത് നീയക്കുട്ടൻ ഒരു കട കണ്ടിട്ട് പിന്നെ ടോയ്സ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പൂപ്പനും അമ്മമ്മയും അവൾക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് കയറിയേ. അതിൻ്റെ കൂടെ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നീട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഓട്ടോ വന്നു. അങ്ങനെ പോണ വഴിക്ക് ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുകയാണ്. ഫുള്ള് ലൈറ്റൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടിങ്ങനെ പോവുകയാണേ. നീയക്കുട്ടൻ അതൊക്കെ നോക്കി എന്തൊക്കെയോ പറയുകയാണേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.